നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. റാങ്ക് ഫയൽ കംപ്ലീറ്റിംഗ് ചലഞ്ചിന്റെ ഡേ 36 ആണ് ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫിസിക്സ്, ലഘുയന്ത്രങ്ങൾ, സിമ്പിൾ മെഷീൻസ്, വൈദ്യുതി, ആണവോർജം, ന്യൂക്ലിയർ എനർജി ഇത്രയും ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഈ ഒരു റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത ടോപ്പിക്ക് ലഘുയന്ത്രങ്ങൾ, സിമ്പിൾ മെഷീൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ പോയിന്റ്, മാനുഷിക പ്രയത്നം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്നവയാണ് ലഘുയന്ത്രങ്ങൾ. അപ്പോൾ മനുഷ്യന്റെ എഫേർട്ട്, ഒരു പ്രയത്നം ലഘൂകരിക്കാൻ വേണ്ടിയിട്ട്, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവയാണ് ലഘുയന്ത്രങ്ങൾ അഥവാ സിമ്പിൾ മെഷീൻസ്. അപ്പോൾ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തോലകങ്ങൾ. ഉത്തോലകങ്ങൾ എന്ന് പറയുമ്പം ലിവർ, ചരിവ് തലങ്ങൾ, ഇൻക്ലൈൻഡ് പ്ലെയിൻ, ആപ്പ്, വെഡ്ജസ്, കപ്പി, പുള്ളി, സ്ക്രൂ. അപ്പം ലിവർ, ഇൻക്ലൈൻഡ് പ്ലെയിൻ, വെഡ്ജസ്, പുള്ളി, സ്ക്രൂ ഇതെല്ലാം ലഘുയന്ത്രങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ആദ്യത്തെ ലഘുയന്ത്രം നോക്കാം. ഉത്തോലകങ്ങൾ, ലിവേഴ്സ്. ധാരം അഥവാ ഫൽക്രം എന്ന സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ഒരു ദൃഢദണ്ഡാണ് ഉത്തോലകം. അപ്പൊ ധാരം, ഫൽക്രം എന്ന സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ഒരു ദൃഢദണ്ഡാണ് ഉത്തോലകം. ഉത്തോലക നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആർക്കിമിഡീസ്. ആർക്കിമിഡീസ് ആണ് ഉത്തോലക നിയമത്തിന്റെ ഉപജ്ഞാതാവ്, ആർക്കിമിഡീസ്. ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം, എഫേർട്ട്. ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലമാണ് രോധം, റെസിസ്റ്റൻസ്. യത്നത്തിനും രോധത്തിനും ഇടയിൽ ധാരം വരുന്ന ഉത്തോലകങ്ങൾ ആണ് ഒന്നാം വർഗ ഉത്തോലകം, EFR. അതായത് യത്നം, എഫേർട്ടിനും രോധം, റെസിസ്റ്റൻസിനും ഇടയിൽ എന്ത് വരുന്നു? ധാരം വരുന്നു. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ത്രാസ്, കത്രിക, കപ്പി, പ്ലെയേഴ്സ്, സീസോ, നെയിൽ പുള്ളർ. ത്രാസ്, കത്രിക, കപ്പി. ത്രാസ്, കത്രിക, കപ്പി, പ്ലെയേഴ്സ്, സീസോ, നെയിൽ പുള്ളർ എന്നിവയാണ് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ. നിങ്ങൾ PSC പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണോ? എങ്കിൽ PSC എക്സാമുകളിൽ ഉന്നത റാങ്ക് കരസ്ഥമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്പ് ഞാൻ പറഞ്ഞു തരാം. അൺഅക്കാഡമി. അൺഅക്കാഡമിയിൽ LDC മെയിൻസ് എക്സാമിന് വേണ്ടി ജൂലൈ 21 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 90 days ബാച്ച് കോഴ്സ് ആണ് ജേതാവ്. ഇതില് 12 ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്തു തരുന്നത്. അപ്പൊ ഈ കോഴ്സ് 10% ഡിസ്കൗണ്ട് കൂടി കിട്ടാൻ വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് കൂടി കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ ടോട്ടൽ 19% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടാണെങ്കിൽ ജൂലൈ 22 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ച് കോഴ്സ് ആണ് ദൗത്യം. 50 day കോഴ്സാണ്. ജൂലൈ 22 സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോപ്പ് 9 എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇതിലെ പോർഷൻസ്. സിലബസ് ഫുള്ളായിട്ട് തന്നെ നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നുണ്ട്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. 12th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടി ജൂലൈ 8 സ്റ്റാർട്ട് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ദിശ. അപ്പോൾ ഇതിൽ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. LGS മെയിൻസിന് വേണ്ടി ജൂലൈ 15 ഒരു 6 ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നയിക്കുന്ന ഒരു ബാച്ച് കോഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 75 days ബാച്ച് കോഴ്സാണ് ജേതാവ്. അപ്പോൾ ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ ഈ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. ധാരത്തിനും യത്നത്തിനും ഇടയിൽ രോധം വരുന്ന ഉത്തോലകങ്ങളാണ് രണ്ടാം വർഗ ഉത്തോലകം. അപ്പോൾ ധാരം, ഫൽക്രത്തിനും യത്നം, എഫേർട്ടിനും ഇടയിൽ രോധം വരുന്നതാണ് ഏത്? രണ്ടാം വർഗ ഉത്തോലകങ്ങൾ. രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ നാരങ്ങ ഞെക്കി, പാക്കുവെട്ടി, ബോട്ടിൽ ഓപ്പണർ, വീൽ ചെയർ മുതലായവയാണ്. നാരങ്ങ ഞെക്കി, പാക്കുവെട്ടി, ബോട്ടിൽ ഓപ്പണർ, വീൽ ചെയർ. രോധത്തിനും ധാരത്തിനും ഇടയിൽ യത്നം വരുന്ന ഉത്തോലകമാണ് മൂന്നാം വർഗ ഉത്തോലകം, REF. റെസിസ്റ്റൻസിനും ഫൽക്രത്തിനും ഇടയിൽ ഏത് വരുന്നു? എഫേർട്ട് വരുന്നു. അപ്പൊ മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം
ചവണ, ചൂണ്ട, ഐസ്റ്റോങ്സ്. ചവണ, ചൂണ്ട, ഐസ്റ്റോങ്സ് എന്നിവയാണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ലഘുയന്ത്രത്തിൽ എപ്പോഴും ചോദിക്കുന്നത് ലിവേഴ്സ് തന്നെയാണ്, ഉത്തോലകം തന്നെയാണ്. അടുത്തത് വൈദ്യുതി. ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി. ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി. വൈദ്യുതിയുടെ പിതാവ് ആരാണ്? മൈക്കൽ ഫാരഡേ. മൈക്കൽ ഫാരഡേ ആണ്. ഇലക്ട്രിസിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗിൽബർട്ട് ആണ്. വൈദ്യുത കാന്തിക പ്രേരണ തത്വം കണ്ടെത്തിയത് മൈക്കൽ ഫാരഡേ ആണ്. വൈദ്യുത കാന്തിക പ്രേരണ തത്വം കണ്ടെത്തിയത് ആരാണ്? മൈക്കൽ ഫാരഡേ. വൈദ്യുത കാന്തിക പ്രേരണ തത്വം, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാം? ഇൻഡക്ഷൻ കോയിൽ, ഡൈനാമോ, ട്രാൻസ്ഫോമർ, മൈക്രോഫോൺ. അപ്പൊ ഇൻഡക്ഷൻ കോയിൽ പ്രവർത്തന തത്വം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഡൈനാമോ, ട്രാൻസ്ഫോമർ, മൈക്രോഫോൺ എന്നിവയുടെ എല്ലാം പ്രവർത്തന തത്വം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഡൈനാമോ കണ്ടുപിടിച്ചത് ആരാണ്? മൈക്കൽ ഫാരഡേ ആണ് ഡൈനാമോ കണ്ടുപിടിച്ചത്. വൈദ്യുത ചാർജുള്ള കണങ്ങളുടെ ഒഴുക്കാണ് ധാരാവൈദ്യുതി. അപ്പൊ വൈദ്യുത ചാർജുള്ള കണങ്ങളുടെ ഒഴുക്കാണ് ധാരാവൈദ്യുതി. ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് നേർധാരാവൈദ്യുതി. നേർധാരാവൈദ്യുതി. വൈദ്യുതി നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുചാലകങ്ങൾ. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം വെള്ളിയാണ്. വൈദ്യുതി ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധചാലകങ്ങൾ. അർദ്ധചാലകങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? ജെർമേനിയം, സിലിക്കൺ, കാർബൺ എന്നിവയെല്ലാം അർദ്ധചാലകങ്ങളാണ്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് കുചാലകങ്ങൾ എന്ന് പറയുമ്പോൾ ഇൻസുലേറ്റേഴ്സ്, അതായത് വൈദ്യുതി കടത്തിവിടുന്നില്ല. കുചാലകങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? പേപ്പർ, ഗ്ലാസ്, ശുദ്ധജലം, ഉണങ്ങിയ തടി, റബ്ബർ. അപ്പൊ കുചാലകങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? പേപ്പർ, ഗ്ലാസ്, ശുദ്ധജലം, ഉണങ്ങിയ തടി, റബ്ബർ. സജാതീയ ചാർജുകൾ വികർഷിക്കപ്പെടുന്നു, വിജാതീയ ചാർജുകൾ ആകർഷിക്കപ്പെടുന്നു. സജാതീയം എന്ന് പറയുമ്പം ലൈക്ക് ചാർജസ്, ഒരുപോലെയുള്ള ചാർജസ് വികർഷിക്കുകയാണ് ചെയ്യുന്നത്, റിപ്പൽ ആണ് ചെയ്യുന്നത്. വിജാതീയ ചാർജുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അൺലൈക്ക് ചാർജസ് ആണ്, അത് ആകർഷിക്കപ്പെടുന്നു, അട്രാക്ട് ചെയ്യുന്നു. ലോകത്തിൽ ആദ്യമായി വൈദ്യുത ചാർജ് എന്ന പ്രതിഭാസം കണ്ടെത്തിയത് ഏത് വസ്തുവിലാണ്? ആംബർ എന്ന വസ്തുവിലാണ് ലോകത്തിൽ ആദ്യമായി വൈദ്യുത ചാർജ് എന്ന പ്രതിഭാസം കണ്ടെത്തിയത്. ഗ്ലാസ് ദണ്ട് സിൽക്കുമായി ഉരസുമ്പോൾ ഗ്ലാസിന്റെ ചാർജ് എന്താകും? പോസിറ്റീവ് ചാർജ് ആകും. ഗ്ലാസ് ദണ്ട് സിൽക്കുമായി ഉരസുമ്പോൾ ഗ്ലാസിന്റെ ചാർജ് എന്താകും? പോസിറ്റീവ്. ഗ്ലാസ് ദണ്ട് സിൽക്കുമായി ഉരസുമ്പോൾ സിൽക്കിന്റെ ചാർജ് എന്താകും? നെഗറ്റീവ് ചാർജ് ആകും, നെഗറ്റീവ്. നേരിയ വൈദ്യുത പ്രവാഹത്തിന്റെ സാന്നിധ്യവും ദിശ അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അപ്പൊ നേരിയ വൈദ്യുത പ്രവാഹത്തിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ. നേരിയ, അതായത് സ്ലൈറ്റ് ആയിട്ടുള്ള വൈദ്യുത പ്രവാഹത്തിന്റെ സാന്നിധ്യമാണ്, അതുപോലെ ദിശയും അറിയാൻ വേണ്ടിയിട്ടാണ് ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത്. ചെറിയ അളവിൽ വൈദ്യുത ചാർജ് സംഭരിക്കാൻ കഴിവുള്ള സംവിധാനമാണ് കപ്പാസിറ്റർ. ചെറിയ അളവിൽ വൈദ്യുത ചാർജ് സംഭരിക്കാൻ കഴിവുള്ള സംവിധാനമാണ് കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിൽ സംഭരിക്കാൻ കഴിയുന്ന ചാർജിന്റെ അളവാണ് കപ്പാസിറ്റൻസ്. ഒരു കപ്പാസിറ്ററിൽ സംഭരിക്കാൻ കഴിയുന്ന ചാർജിന്റെ അളവാണ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് ഫാരഡ്. എഫ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് നീക്കാൻ ആവശ്യമായ പ്രവൃത്തിയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വ്യത്യാസം. ഒരു പദാർത്ഥത്തിൽ കൂടിയുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിനുണ്ടാകുന്ന തടസ്സത്തെ നിയന്ത്രിക്കുന്ന ഘടകമാണ് പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ്. വൈദ്യുതിയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസവും വൈദ്യുതിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന വൈദ്യുത നിയമമാണ് ഓംസ് ലോ. ഓമിന്റെ നിയമം. ഓം നിയമം എന്ന് പറയുന്നത് വൈദ്യുതിയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസവും വൈദ്യുതിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന വൈദ്യുത നിയമമാണ് ഓം നിയമം, ഓംസ് ലോ. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളോം. വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റ് കിലോവാട്ട് അവർ. അപ്പോൾ വൈദ്യുതി ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളോം ആണ്. വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റ് കിലോവാട്ട് അവർ ആണ്. വൈദ്യുത പ്രവാഹം അഥവാ കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ബൈ സമയമാണ്, Q/T. ചാർജിനെ Q കൊണ്ട് റെപ്രസെന്റ് ചെയ്തു, സമയത്തെ T കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ
വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത് ചാർജ് ബൈ സമയമാണ്. വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആംബിയർ. ആംബിയർ ആണ്. ഇലക്ട്രിക് ഓസിലേഷൻ കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെർട്സ്. ഹെൻറിച്ച് ഹെർട്സ് ആണ് ഇലക്ട്രിക് ഓസിലേഷൻ കണ്ടുപിടിച്ചത്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ് വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. വൈദ്യുത കാന്തികത്വം ഇലക്ട്രോ മാഗ്നറ്റിസം കണ്ടുപിടിച്ചത് ആരാണ്? ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. വൈദ്യുത കാന്തികത്വം ഇലക്ട്രോ മാഗ്നറ്റിസം കണ്ടുപിടിച്ചത് ആരാണ്? ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. ഒരു ഇലക്ട്രോ ലൈറ്റിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അയോണുകൾ വേർതിരിയുന്ന പ്രതിഭാസമാണ് വൈദ്യുത വിശ്ലേഷണം. ഒരു ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അയോണുകൾ വേർതിരിയുന്ന പ്രതിഭാസമാണ് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുത വിശ്ലേഷണ തത്വം ആവിഷ്കരിച്ചത് മൈക്കൽ ഫാരഡേ ആണ്. ഇലക്ട്രോളിസിസ് അതിന്റെ തത്വം ആവിഷ്കരിച്ചത് ആരാണ്? മൈക്കൽ ഫാരഡേ ആണ്. വൈദ്യുത വിശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് ആണ്. വൈദ്യുതി കടത്തിവിടുന്നതിനോടൊപ്പം വിഘടനത്തിന് വിധേയമാകുന്ന പദാർത്ഥമാണ് ഇലക്ട്രോലൈറ്റ്. വൈദ്യുത വിശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? കോപ്പർ, നിക്കൽ, സിങ്ക് എന്നിവയാണ്. വൈദ്യുതിയെ കടത്തിവിടുന്നതും എന്നാൽ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകാത്തതുമായ പദാർത്ഥമാണ് മെർക്കുറിയാണ്. വൈദ്യുതി കടത്തിവിട്ട് ഒരു ലോഹത്തിനുമേൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം അഥവാ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. വൈദ്യുതി കടത്തിവിട്ട് ഒരു ലോഹത്തിനുമേൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം. രാസോർജം വൈദ്യുതോർജമായും വൈദ്യുതോർജം രാസോർജമായും മാറുന്ന സംവിധാനമാണ് രാസസെല്ല്. കെമിക്കൽ സെൽ എന്ന് പറയുന്നത് രാസോർജത്തെ വൈദ്യുതോർജമായും വൈദ്യുതോർജത്തെ രാസോർജമായും മാറുന്ന സംവിധാനമാണ് ഏത്? രാസസെല്ല്. രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ഗാൽവനിക് സെല്ല് അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്ന് പറയുന്നത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക് എനർജി ആക്കി മാറ്റുന്ന ഡിവൈസ് ആണ് ഏത്? ഗാൽവനിക് സെല്ല് അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ല്. വൈദ്യുതോർജം രാസോർജമാക്കി മാറ്റുന്ന ഉപകരണം ഇലക്ട്രോളിറ്റിക് സെല്ല്. ഇലക്ട്രോളിറ്റിക് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് എനർജിയെ രാസോർജമാക്കി മാറ്റുന്നു. ആദ്യമായി വൈദ്യുത രാസ സെല്ല് നിർമ്മിച്ചത് ആരാണ്? അലക്സാൻഡ്രോ വോൾട്ടയാണ് ആദ്യമായി വൈദ്യുത രാസ സെല്ല് നിർമ്മിച്ചത് ആരാണ്? അലക്സാൻഡ്രോ വോൾട്ട. ഇലക്ട്രിക് ബാറ്ററി കണ്ടുപിടിച്ചതും അലക്സാൻഡ്രോ വോൾട്ടയാണ്. ഇലക്ട്രിക് ബാറ്ററി കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാൻഡ്രോ വോൾട്ടയാണ്. വാഹനങ്ങൾ, ഇൻവെർട്ടർ, UPS എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ല് ലെഡ് സ്റ്റോറേജ് സെല്ലാണ് വാഹനങ്ങളിലും ഇൻവെർട്ടറിലും UPSലും ഒക്കെ ഉപയോഗിക്കുന്നത്. ലെഡ് സ്റ്റോറേജ് സെല്ല് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നവയാണ്. ക്വാർട്സ് വാച്ച്, ടോയ്സ്, കാൽക്കുലേറ്റർ, ടെലിവിഷൻ റിമോട്ട്, ക്യാമറ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലാണ് മെർക്കുറി സെല്ല്. 1.35 വോൾട്ട് ആണ് അതിന്റെ വോൾട്ടത എന്ന് പറയുന്നത്. അപ്പോൾ ക്വാർട്സ് വാച്ച്, ടോയ്സ്, അതുപോലെ കാൽക്കുലേറ്റർ, ടെലിവിഷൻ റിമോട്ട്, ക്യാമറ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലാണ് മെർക്കുറി സെല്ല്. 1.35 വോൾട്ട് ആണ്. ബട്ടൺ സെൽ എന്നറിയപ്പെടുന്നത് മെർക്കുറി സെല്ലാണ്. ഡ്രൈ സെൽ എന്ന് പറയുമ്പോൾ നമ്മൾ ടോർച്ചിലാണ് യൂസ് ചെയ്യുന്നത്. ഡ്രൈ സെല്ലിന്റെ വോൾട്ടത എത്രയാണ്? 1.5 വോൾട്ട് ആണ്. 1.5 വോൾട്ട് ആണ് ഡ്രൈ സെല്ലിന്റെ അല്ലെങ്കിൽ ടോർച്ച് സെല്ലിന്റെ വോൾട്ടത അഥവാ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഡ്രൈ സെല്ലിൽ നടക്കുന്ന പ്രവർത്തനം വൈദ്യുത രാസപ്രവർത്തനം. ഡ്രൈ സെല്ലിലെ നെഗറ്റീവ് ഇലക്ട്രോഡ് അറിയപ്പെടുന്നത് ആനോഡ് എന്ന പേരിലാണ്. ഡ്രൈ സെല്ലിലെ പോസിറ്റീവ് ഇലക്ട്രോഡ് അറിയപ്പെടുന്ന പേര് കാഥോഡ്. ആനോഡിന് ഉദാഹരണം സിങ്ക് ആനോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാഥോഡിന് ഉദാഹരണം കാർബൺ കാഥോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടത 3.7 വോൾട്ട് ആണ് മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടത.
ലോകത്തിൽ ആദ്യമായി ബാറ്ററി ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന സെൽഫോൺ നിർമ്മിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടൺ ആണ്. ലോകത്തിൽ ആദ്യമായിട്ട് ബാറ്ററി ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന സെൽഫോൺ നിർമ്മിച്ചത്. വോൾട്ടായിക് സെല്ലിന്റെ വോൾട്ടത എത്രയാണ്? 1 വോൾട്ടാണ്. 1 വോൾട്ട്. അന്തരീക്ഷത്തിലെ ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജിനെയാണ് മിന്നൽ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അന്തരീക്ഷത്തിലെ ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജാണ് എന്ത്? മിന്നൽ. മിന്നൽ എന്നത് വൈദ്യുതിയുടെ പ്രവാഹമാണ് എന്ന് ആദ്യമായി കണ്ടെത്തിയത് ആര്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് മിന്നൽ എന്നത് വൈദ്യുതിയുടെ പ്രവാഹമാണെന്ന് ആദ്യമായി കണ്ടെത്തിയത്. മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചതും അദ്ദേഹം തന്നെയാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തന്നെയാണ് മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത്. വാച്ചിലെ ക്വാർട്സ് ക്രിസ്റ്റലിന്റെ പ്രവർത്തന തത്വം എന്താണ്? മർദ്ദക വൈദ്യുതി അഥവാ പീസോ ഇലക്ട്രിസിറ്റി. PIEZO പൈസോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നതാണ് വാച്ചിലെ ക്വാർട്സ് ക്രിസ്റ്റലിന്റെ പ്രവർത്തന തത്വം. പീസോ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് പിയറി ക്യൂറി ആണ് പീസോ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് ആരാണ്? പിയറി ക്യൂറി ആണ്. ജൈവ വൈദ്യുതി കണ്ടുപിടിച്ചത് ലിയുഗി ഗാൽവാനിയാണ്. ജൈവ വൈദ്യുതി കണ്ടുപിടിച്ചത് ആരാണ്? ലിയുഗി ഗാൽവാനി ആണ്. ഗാർഹിക സർക്യൂട്ടുകളിലെ ന്യൂട്രൽ വയറിന്റെ നിറം കറുപ്പ് നിറത്തിലും ഉണ്ട്, നീല നിറത്തിലും ഉണ്ട്. അപ്പൊ ഗാർഹിക സർക്യൂട്ടുകളിലെ ന്യൂട്രൽ വയറിന്റെ നിറം കറുപ്പ് അല്ലെങ്കിൽ നീല. ഗാർഹിക സർക്യൂട്ടുകളിലെ പോസിറ്റീവ് വയറിന്റെ അല്ലെങ്കിൽ ലൈവ് വയറിന്റെ നിറം എന്താണ്? ചുവപ്പ് അല്ലെങ്കിൽ തവിട്ട് നിറമാണ്. ഗാർഹിക സർക്യൂട്ടിലെ എർത്ത് വയറിന്റെ നിറം പച്ച. എർത്ത് വയർ ഇമ്പോർട്ടന്റ് ആണ്, പച്ച നിറമാണ്. പോസിറ്റീവ് വയർ ആണെങ്കിൽ ചുവപ്പ് അല്ലെങ്കിൽ തവിട്ട് നിറമാണ്. ന്യൂട്രൽ വയറിന്റെ നിറം കറുപ്പ് അല്ലെങ്കിൽ നീല നിറമാണ്. ഇന്ത്യയിലെ വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ്? 50 ഹെർട്സ് ആണ്. 50 ഹെർട്സ് ആണ് ഇന്ത്യയിലെ വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി. പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? 11 kV ആണ് പവർ സ്റ്റേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള വൈദ്യുതിയുടെ അളവ് 230 വോൾട്ട് ആണ്. ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള വൈദ്യുതിയുടെ അളവ് എത്രയാണ്? 230 വോൾട്ട്. ഇന്ത്യൻ ഗാർഹിക സർക്യൂട്ടുകളിലെ ന്യൂട്രൽ വയറും ലൈവ് വയറും തമ്മിലുള്ള ന്യൂട്രലും ഫേസും അതാണ് ലൈവ് എന്ന് പറയുന്നത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 230 വോൾട്ട്. രണ്ട് ഫേസുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? 400 വോൾട്ട് ആണ്. 400 വോൾട്ട്. വൈദ്യുതോർജ്ജം വ്യാവസായികമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ ഉപയോഗിച്ചിട്ടാണ് വൈദ്യുതോർജ്ജം വ്യാവസായികമായിട്ട് അളക്കുന്നത്. ഓക്കെ. ഇലക്ട്രിക് ഫ്യൂസ് വയറിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ടിന്നും ലെഡുമാണ്. ഇലക്ട്രിക് ഫ്യൂസ് വയറിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ടിന്നും ലെഡും. ഒരു ഫ്യൂസ് വയറിന്റെ പ്രധാന സവിശേഷത ഉയർന്ന പ്രതിരോധവും താഴ്ന്ന ദ്രവണാങ്കവും. ഉയർന്ന പ്രതിരോധം ഉണ്ടായിരിക്കും, അതുപോലെ താഴ്ന്ന ദ്രവണാങ്കം ഉണ്ടായിരിക്കും. അതാണ് ഒരു ഫ്യൂസ് വയറിന്റെ പ്രധാന സവിശേഷത. ഇനി വൈദ്യുത ലാമ്പ്. ഫിലമെന്റ് ലാമ്പ് നിർമ്മിച്ചത് ആര്? തോമസ് ആൽവ എഡിസൺ ആണ്. 1879 1879 തോമസ് ആൽവ എഡിസൺ ആണ് ഫിലമെന്റ് ലാമ്പ് അല്ലെങ്കിൽ ഇലക്ട്രിക് ബൾബ് നിർമ്മിച്ചത്. ഇൻകാൻഡസന്റ് ലാമ്പ് എന്നറിയപ്പെടുന്നത് ഫിലമെന്റ് ലാമ്പാണ്. ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റൺ ആണ്. ഫിലമെന്റ് ലാമ്പിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകങ്ങൾ ആർഗണും നൈട്രജനുമാണ് ഫിലമെന്റ് ലാമ്പിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകങ്ങൾ. മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് തോമസ് ആൽവ എഡിസൺ ആണ്. തോമസ് ആൽവ എഡിസൺ 1847 ഫെബ്രുവരി 11 അമേരിക്കയിലെ മിലാനിൽ ആണ് ജനിച്ചത്. ഗ്രാമഫോൺ, ഇലക്ട്രിക് ബൾബ്, ചലിക്കുന്ന സിനിമ, ഫോണോഗ്രാഫ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കണ്ടുപിടുത്തങ്ങൾ. ഗ്രാമഫോൺ കണ്ടുപിടിച്ചതും ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചതും ചലിക്കുന്ന സിനിമ കണ്ടെത്തിയതും ഫോണോഗ്രാഫ് എന്നിവ കണ്ടെത്തിയതും ആരാണ്? എഡിസൺ ആണ്. ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയതും ഏറ്റവും കൂടുതൽ പേറ്റന്റുകൾ നേടിയതുമായ അമേരിക്കക്കാരനും എഡിസൺ ആണ്. ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയതും ഏറ്റവും കൂടുതൽ പേറ്റന്റുകൾ നേടിയ അമേരിക്കക്കാരനും ആര് തന്നെയാണ്? എഡിസൺ തന്നെയാണ്.
തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാനായി സ്വന്തം വീടിന്റെ ധാന്യപ്പുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞൻ. അപ്പൊ തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാനായി സ്വന്തം വീടിന്റെ ധാന്യപ്പുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവാ എഡിസൺ. മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നു. 1931 ഒക്ടോബർ 18 അദ്ദേഹം അന്തരിച്ചത്. അപ്പം എഡിസൺ വലിയൊരു മഹാനായ ഒരു ശാസ്ത്രജ്ഞൻ തന്നെയാണ്. മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫിലമെന്റ് ലാമ്പിനെ പറ്റിയാണ്. ഡിസ്ചാർജ് ലാമ്പുകൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? CFL ഡിസ്ചാർജ് ലാമ്പാണ്. ട്യൂബ് ലൈറ്റ്, സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്. അപ്പോൾ ഡിസ്ചാർജ് ലാമ്പുകൾക്ക് ഉദാഹരണം CFL, ട്യൂബ് ലൈറ്റ്, സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്. CFL എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് എന്നതാണ്. CFL എന്ന് പറയുമ്പോൾ കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്. ഫിലമെന്റ് ലാമ്പിന്റെ ആയുസ് 1000 മണിക്കൂറാണ്. 1000 മണിക്കൂർ. ഫ്ലൂറസെന്റ് ലാമ്പിന്റെ ആയുസ് 15000 മണിക്കൂറാണ്. അപ്പം അതിന്റെ ആയുസ്, അതിന്റെ ഒരു ലൈഫ് സ്പാൻ തന്നെ ഒരു വ്യത്യാസമുണ്ട്. ഫിലമെന്റ് ലാമ്പ് 1000 മണിക്കൂർ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഫ്ലൂറസെന്റ് ലാമ്പ് ആണെങ്കിൽ 15000 മണിക്കൂർ വരെ ഉപയോഗിക്കാം. LED ആണെങ്കിലോ 20000 മുതൽ 50000 മണിക്കൂർ വരെ. അപ്പം ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഏതിനാണെന്ന് പറയേണ്ടി വരും? LED-ക്കാണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിനാണ്. 20000 മുതൽ 50000 മണിക്കൂർ വരെ. പരസ്യ വിളക്കുകളായി ഉപയോഗിക്കുന്നത് നിയോൺ ലാമ്പുകളാണ്. നിയോൺ ലാമ്പുകൾ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബൾബിന്റെ നിറവും ഈ വേപ്പർ ലാമ്പിൽ നിറയ്ക്കുന്ന വാതകവും. പച്ച നിറത്തിലുള്ള ബൾബ് കിട്ടണമെങ്കിൽ ക്ലോറിൻ വാതകമാണ് നിറയ്ക്കേണ്ടത്. ചുവപ്പാണെങ്കിൽ നൈട്രജൻ, നീല ഹൈഡ്രജൻ, മഞ്ഞ സോഡിയം, ഓറഞ്ച് ചുവപ്പ് റെഡിഷ് ഓറഞ്ച് ആണെങ്കിൽ നിയോൺ, വെള്ളയാണെങ്കിൽ മെർക്കുറി. ഒന്നുകൂടെ പറയാം. പച്ചയാണെങ്കിൽ ക്ലോറിൻ, ചുവപ്പാണെങ്കിൽ നൈട്രജൻ, നീലയാണെങ്കിൽ ഹൈഡ്രജൻ, മഞ്ഞയാണെങ്കിൽ സോഡിയം, ഓറഞ്ച് ചുവപ്പ് റെഡിഷ് ഓറഞ്ച് ആണെങ്കിൽ നിയോൺ, വെള്ളയാണെങ്കിൽ മെർക്കുറി. ഓക്കെ. അടുത്തത് കാന്തികത്വം അഥവാ മാഗ്നറ്റിസം. പരസ്പരം ആകർഷിക്കുവാനോ വികർഷിക്കുവാനോ ഉള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് കാന്തികത്വം അഥവാ മാഗ്നറ്റിസം. കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട് എന്നിവ കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണങ്ങളാണ്. ഇരുമ്പുണ്ട്, നിക്കലുണ്ട്, കൊബാൾട്ടുണ്ട്. കാന്തത്തിന് ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശത്തെയാണ് കാന്തിക മണ്ഡലം എന്നറിയപ്പെടുന്നത്. മാഗ്നറ്റിക് ഫീൽഡ്. കാന്തിക മണ്ഡലത്തിന്റെ ശക്തി അളക്കുന്ന യൂണിറ്റ് ആണ് ടെസ്ല. കാന്തികത്വം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കാന്തിക ധ്രുവങ്ങളിലാണ്. മാഗ്നറ്റിക് പോൾസിലാണ് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് പവർ അനുഭവപ്പെടുന്നത്. ഒരു ബാർ മാഗ്നറ്റിന്റെ കേന്ദ്രത്തിലെ കാന്തികത്വം എന്താണ്? 0. 0 ഒരു ബാർ മാഗ്നറ്റിന്റെ കേന്ദ്രത്തിലെ കാന്തികത്വം 0. പരസ്പരം വികർഷിക്കുന്ന കാന്തിക ധ്രുവങ്ങൾ സമാന ധ്രുവങ്ങളാണ്. ലൈക്ക് പോൾസ് പരസ്പരം റിപ്പലാണ് ചെയ്യുന്നത്. പരസ്പരം ആകർഷിക്കുന്ന കാന്തിക ധ്രുവങ്ങൾ എതിർ ധ്രുവങ്ങളാണ്. അൺലൈക്ക് പോൾസ് ആണ്. ഇപ്പൊ നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ അട്രാക്ട് ഈച്ച് അതർ, സൗത്തും തമ്മിൽ റിപ്പൽ ഈച്ച് അതർ, അല്ലെങ്കിൽ നോർത്തും തമ്മിൽ റിപ്പൽ ഈച്ച് അതർ. സ്ഥിരകാന്തം നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് അൽനിക്കോ സ്ഥിരകാന്തം. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പച്ചിരുമ്പാണ്. വൈദ്യുത കാന്തങ്ങളുടെ, അതായത് താൽക്കാലിക കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പച്ചിരുമ്പാണ്. ഏറ്റവും ശക്തിയേറിയ കാന്തികത്വമാണ് ഫെറോ മാഗ്നറ്റിസം ആണ് ഏറ്റവും ശക്തിയേറിയ കാന്തികത്വം. ഫെറോ മാഗ്നറ്റിസം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ലൂയിസ് നീൽ ആണ് ഫെറോ മാഗ്നറ്റിസം കണ്ടുപിടിച്ചത്. പ്രകൃതിയാലുള്ള ഒരു കാന്തമാണ് ലോഡ് സ്റ്റോൺ ആണ് പ്രകൃതിയാലുള്ള ഒരു കാന്തം. ദിശ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കാന്തമാണ് ലോഡ് സ്റ്റോൺ. ലീഡിംഗ് സ്റ്റോൺ എന്നറിയപ്പെടുന്ന വസ്തുവും ഏത് തന്നെയാണ്? ലോഡ് സ്റ്റോൺ തന്നെയാണ്. കാന്തത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഗിൽബർട്ട്. ഭൂമി എന്നത് സ്വയം ഒരു വലിയ കാന്തമാണ് എന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞനാണ് വില്യം ഗിൽബർട്ട്. അപ്പൊ കാന്തത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ഗിൽബർട്ട് ആണ്. ഭൂമി എന്നത് സ്വയം ഒരു വലിയ കാന്തമാണ് എന്ന് പ്രസ്താവിച്ചതും ആര് തന്നെയാണ്? വില്യം ഗിൽബർട്ട് തന്നെയാണ്. കാന്തികത്വത്തിന്റെ തന്മാത്രാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് വെബർ ആണ് കാന്തികത്വത്തിന്റെ തന്മാത്രാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എന്ന് ഓർക്കുക. ഇനി അടുത്തത് ന്യൂക്ലിയർ എനർജിയെ പറ്റിയാണ് പറയുന്നത്. ആണവോർജം. ആണവ ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ്, ന്യൂക്ലിയർ ഫിസിക്സ്, അതാണ് ആണവ ഭൗതിക ശാസ്ത്രം. അതിന്റെ പിതാവ് ആരാണ്?
ഏണസ്റ്റ് റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ഹോമി ജെ ഭാഭ. ഹോമി ജഹാംഗീർ ഭാഭ. അണുകേന്ദ്രങ്ങൾ വിഘടിക്കുമ്പോൾ ശക്തിയേറിയ കിരണങ്ങൾ പുറത്തുവരുന്ന പ്രതിഭാസം റേഡിയോ ആക്ടിവിറ്റി. അണുകേന്ദ്രങ്ങൾ, ന്യൂക്ലിയർ സെന്റേഴ്സ് വിഘടിക്കുമ്പോൾ ശക്തിയേറിയ കിരണങ്ങൾ പുറത്തു വരുന്ന പ്രതിഭാസം റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മാഡം ക്യൂറി. മാഡം ക്യൂറി. അതുകൊണ്ട് തന്നെ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ക്യൂറി. ക്യൂറി ആണ്. ഒരു ക്യൂറി എന്നത് 3.7 × 10⁻10 ഡീക്കേസ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഒരു ക്യൂറി എന്നത് 3.7 × 10⁻10 3.7 × 10⁻10 ഡീക്കേസ് പെർ സെക്കൻഡ് ആണ്. റേഡിയോ ആക്ടിവിറ്റിയുടെ SI യൂണിറ്റ് ചോദിച്ചാൽ അത് ബെക്വറൽ ആണ്. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ക്യൂറി ആണെങ്കിലും SI യൂണിറ്റ്, സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ് ബെക്വറൽ ആണ്, BQ. സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ഹെൻറി ബെക്വറൽ ആണ്. സ്വാഭാവിക, നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി ബെക്വറൽ ആണ്. റേഡിയോ ആക്റ്റീവ് പരീക്ഷണങ്ങൾക്കായി ഹെൻറി ബെക്വറൽ ഉപയോഗിച്ച യുറേനിയം സംയുക്തം യുറൈനൽ പൊട്ടാസ്യം സൾഫേറ്റ്. യുറൈനൽ പൊട്ടാസ്യം സൾഫേറ്റ് ആണ്. കൃത്രിമ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ഐറിൻ ജൂലിയറ്റ് ക്യൂറിയും ഫ്രെഡറിക് ജൂലിയറ്റ് ക്യൂറിയും. അപ്പൊ ജൂലിയറ്റ് ക്യൂറി ഉണ്ട്, ഐറിനും ഫ്രെഡറിക്കും ആണെന്ന് ഓർത്താൽ മതി. റേഡിയോ ആക്ടിവിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഗീഗർ മുള്ളർ കൗണ്ടർ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഗീഗർ കൗണ്ടർ എന്ന് പറയാറുണ്ട്. ഗീഗർ മുള്ളർ കൗണ്ടർ ആണ് റേഡിയോ ആക്ടിവിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. കൃത്രിമ റേഡിയോ ആക്ടിവിറ്റിയിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഐസോടോപ്പുകൾ റേഡിയോ ഐസോടോപ്പുകൾ. കൃത്രിമ റേഡിയോ ആക്ടിവിറ്റിയിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഐസോടോപ്പുകളാണ് റേഡിയോ ഐസോടോപ്പുകൾ. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോടോപ്പ് ഏതാണ്? കൊബാൾട്ട് 60. കൊബാൾട്ട് 60 ആണ് ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഐസോടോപ്പ് എന്ന് ഓർക്കുക. ഇനി എന്താണ് കാർബൺ ഡേറ്റിംഗ്? ഫോസിലുകളുടെ കാലപ്പഴക്കം കൃത്യമായി നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് കാർബൺ ഡേറ്റിംഗ്. ഫോസിലുകളുടെ കാലപ്പഴക്കം കൃത്യമായി നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം കാർബൺ ഡേറ്റിംഗ് ആണ്. കാർബൺ ഡേറ്റിംഗ് ആദ്യമായി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ വില്യാർഡ് ഫ്രാങ്ക് ലിബി. വില്യാർഡ് ഫ്രാങ്ക് ലിബിയാണ് കാർബൺ ഡേറ്റിംഗ് ആദ്യമായിട്ട് ആവിഷ്കരിച്ചത്. ഫോസിലുകളുടെ കാലപ്പഴക്കം കൃത്യമായി നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനമായ കാർബൺ ഡേറ്റിംഗ് ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് ആരാണ്? വില്യാർഡ് ഫ്രാങ്ക് ലിബിയാണ്. കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് കാർബൺ 14. കാർബൺ 14 ഐസോടോപ്പാണ്. കാർബൺ 14. അടുത്ത ടോപ്പിക് റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ. ന്യൂക്ലിയർ ശോഷണം, അതായത് ന്യൂക്ലിയർ ഡീകേ എന്ന തിയറി അവതരിപ്പിച്ചത് റുദർഫോർഡും ഫ്രെഡറിക് സോഡിയും ചേർന്നിട്ടാണ്. റുദർഫോർഡും ഫ്രെഡറിക് സോഡിയും ചേർന്നിട്ടാണ് ന്യൂക്ലിയർ ശോഷണം അഥവാ ന്യൂക്ലിയർ ഡീകേ എന്ന തിയറി അവതരിപ്പിച്ചത്. റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന 3 തരം വികിരണങ്ങളാണ് ആൽഫ, ബീറ്റ, ഗാമ. ആൽഫ, ബീറ്റ, ഗാമ എന്നീ 3 തരം വികിരണങ്ങളാണ് റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്നത്. ആൽഫ, ബീറ്റ എന്നീ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. 1903 അദ്ദേഹം ആൽഫ, ബീറ്റ എന്നീ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ കണ്ടെത്തിയത്. ഗാമ കിരണങ്ങൾ കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ പോൾ യു വില്യാർഡ്. പോൾ യു വില്യാർഡ് ആണ് ഗാമ റേസ് കണ്ടെത്തിയത്. അപ്പൊ ആൽഫ പോസിറ്റീവ് ചാർജുള്ള കണമാണ്, ബീറ്റ നെഗറ്റീവ് ചാർജുള്ള കണമാണ്, ഗാമ കണം ചാർജ് ഇല്ല. ഓർക്കണം, ഗാമയ്ക്ക് എന്തില്ല? ചാർജ് ഇല്ല. ആൽഫ പോസിറ്റീവ്, ബീറ്റ നെഗറ്റീവ്, ഗാമ ചാർജ് ഇല്ല. ഹീലിയം ന്യൂക്ലിയസിന് സമാനമായ റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ആൽഫ കണം. അപ്പോൾ ഹീലിയം ന്യൂക്ലിയസിന് സമാനമായ റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ആൽഫ കണം. ഹീലിയം ന്യൂക്ലിയസിലും ആൽഫ കണത്തിലും 2 പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് സമാനം എന്ന് പറയാൻ കാരണം. ഹീലിയം ന്യൂക്ലിയസിലും 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്, ആൽഫ കണത്തിലും ഉണ്ട്. ബീറ്റ കണത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇലക്ട്രോണുകളാണ്. ഗാമ കിരണം എന്നത് വൈദ്യുതകാന്തിക വികിരണമാണ്. വൈദ്യുതകാന്തിക വികിരണം. ഓക്കെ. വാതകങ്ങളെ അയോണീകരിക്കാനുള്ള ശേഷി ഏറ്റവും കൂടിയ റേഡിയോ ആക്റ്റീവ് വികിരണം ആൽഫയാണ്. വാതകങ്ങളെ അയോണീകരിക്കാനുള്ള ശേഷി ഏറ്റവും കൂടിയ റേഡിയോ ആക്റ്റീവ് വികിരണം ആൽഫ കിരണമാണ്. വാതകങ്ങളെ അയോണീകരിക്കാനുള്ള ശേഷി ഏറ്റവും കുറഞ്ഞ
റേഡിയോ ആക്റ്റീവ് കിരണം ഗാമ കിരണമാണ്. വാതകങ്ങളെ അയോണീകരിക്കാനുള്ള ശേഷി ഏറ്റവും കൂടിയ റേഡിയോ ആക്റ്റീവ് വികിരണം ആൽഫ. വാതകങ്ങളെ അയോണീകരിക്കാനുള്ള ശേഷി ഏറ്റവും കുറഞ്ഞ റേഡിയോ ആക്റ്റീവ് വികിരണം ഗാമ. പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറാനുള്ള ശേഷി ഏറ്റവും കൂടിയ റേഡിയോ ആക്റ്റീവ് വികിരണം ഏതാണ്? ഗാമ കിരണമാണ്. ഗാമ കിരണം. പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറാനുള്ള ശേഷി ഏറ്റവും കുറഞ്ഞ റേഡിയോ ആക്റ്റീവ് വികിരണം ആൽഫ. തുളച്ചു കയറാനുള്ള ശേഷി ഗാമയ്ക്കാണ് കൂടുതൽ, തുളച്ചു കയറാനുള്ള ശേഷി കുറവ് ആൽഫയ്ക്കാണ്. പ്രകാശത്തിന് തുല്യമായ വേഗതയിൽ സഞ്ചരിക്കുന്ന റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ഗാമ കിരണം. പ്രകാശത്തിന് തുല്യമായ വേഗതയിൽ സഞ്ചരിക്കുന്ന റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ഗാമ കിരണം. പ്രകാശത്തിന്റെ 1/10 വേഗതയിൽ സഞ്ചരിക്കുന്ന വികിരണം ഏതാണ്? ആൽഫ കിരണമാണ്. ആൽഫ കിരണം. റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾക്ക് ശോഷണം സംഭവിച്ച് അതിനാദ്യം ഉണ്ടായിരുന്ന പിണ്ഡത്തിന്റെ പകുതിയായി മാറാൻ വേണ്ടുന്ന കാലയളവിനെയാണ് അർദ്ധായുസ് അഥവാ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾക്ക് ശോഷണം സംഭവിച്ച് അതിനാദ്യം ഉണ്ടായിരുന്ന പിണ്ഡത്തിന്റെ പകുതിയായി മാറാൻ വേണ്ടുന്ന കാലയളവാണ് അർദ്ധായുസ് അഥവാ ഹാഫ് ലൈഫ്. റേഡിയത്തിന്റെ ഹാഫ് ലൈഫ് അഥവാ അർദ്ധായുസ് എത്രയാണ്? 1662 വർഷം. പൊളോണിയം 212, അപ്പോൾ പൊളോണിയം 212 0.3 മൈക്രോ സെക്കൻഡ് ആണ്. കാർബൺ 14 ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. 5730 വർഷം, 5760 വർഷം എന്നും പറയപ്പെടുന്നു. കാർബൺ 14. അയഡിൻ 131 8 ദിവസവുമാണ്, 8 ദിവസം. അടുത്ത പോയിന്റ്, റേഡിയം പൊളോണിയം തുടങ്ങിയ മൂലകങ്ങൾ കണ്ടെത്തിയവർ മേരി ക്യൂറിയും പിയറി ക്യൂറിയും. അപ്പോൾ റേഡിയം പൊളോണിയം എന്നിവ കണ്ടെത്തിയത് ആരൊക്കെ ചേർന്നിട്ടാണ്? മേരി ക്യൂറിയും പിയറി ക്യൂറിയും ചേർന്നിട്ടാണ്. പ്ലൂട്ടോണിയം കണ്ടുപിടിച്ചത് ഗ്ലെൻ സീബോർഗ് ആണ്. ഗ്ലെൻ സീബോർഗ് ആണ്. 1941 ഗ്ലെൻ സീബോർഗ് ആണ് പ്ലൂട്ടോണിയം കണ്ടുപിടിച്ചത്. അപ്പോൾ റേഡിയം പൊളോണിയം മേരി ക്യൂറിയും പിയറി ക്യൂറിയും, പ്ലൂട്ടോണിയം ഗ്ലെൻ സീബോർഗ്. ഒരു ആറ്റത്തിന്റെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ഇടയിൽ അനുഭവപ്പെടുന്ന ബലമാണ് ന്യൂക്ലിയർ ബലം. അപ്പോൾ ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ഇടയിൽ, അതായത് ന്യൂക്ലിയസിന്റെ അകത്താണ് ഈ പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്, അവയ്ക്ക് ഇടയിൽ അനുഭവപ്പെടുന്ന ബലം ന്യൂക്ലിയർ ബലമാണ്. ന്യൂക്ലിയർ വലുപ്പം രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് ഫെർമി. ഒരു ഫെർമി എന്ന് പറയുന്നത് 10⁻⁻15 മീറ്റർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫെർമി 10⁻⁻15 മീറ്റർ, 10⁻⁻15 മീറ്റർ ആണ്. ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപരിവർത്തനം അഥവാ ട്രാൻസ്മ്യൂട്ടേഷൻ. അപ്പോൾ ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് എന്താണ്? ഉൽപരിവർത്തനം എന്നാണ്. ഉത്പരിവർത്തനം, ട്രാൻസ്മ്യൂട്ടേഷൻ. ട്രാൻസ്മ്യൂട്ടേഷൻ കണ്ടുപിടിച്ചത് റൂദർഫോർഡും ജെയിംസ് ചാഡ്വിക്കും ചേർന്നിട്ടാണ്. റൂദർഫോർഡും ജെയിംസ് ചാഡ്വിക്കും ചേർന്ന് 1921 ട്രാൻസ്മ്യൂട്ടേഷൻ കണ്ടെത്തിയത്. ഇനി അടുത്തത് ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ മുതലായ കാര്യങ്ങളാണ് നോക്കാം. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുമ്പം അണുവിഘടനമാണ്, വിഘടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അണുകേന്ദ്രമായ ന്യൂക്ലിയസിനെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോൺ കൊണ്ട് പിളർന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് ന്യൂക്ലിയർ ഫിഷൻ. അപ്പോൾ അണുകേന്ദ്രമായ ന്യൂക്ലിയസിനെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോൺ കൊണ്ട് പിളർന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് ന്യൂക്ലിയർ ഫിഷൻ. ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം അണുവിഘടനമാണ്. ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വമാണ് അണുവിഘടനം. അണുവിഘടനം കണ്ടെത്തിയത് ഓട്ടോ ഹാനും ഫ്രിറ്റ്സ് സ്ട്രോസ്മാനും ചേർന്നിട്ടാണ്. ഓട്ടോ ഹാനും ഫ്രിറ്റ്സ് സ്ട്രോസ്മാനും ചേർന്ന് 1938 അണുവിഘടനം കണ്ടെത്തിയത്. അണുബോംബ് നിർമ്മാണത്തിലേക്ക് നയിച്ച ഐൻസ്റ്റീന്റെ കണ്ടുപിടുത്തം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. 1905 അദ്ദേഹം കണ്ടുപിടിച്ച സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ് അണുബോംബിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ച കണ്ടുപിടുത്തം. അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വാഭാവിക യുറേനിയം ആണ് യുറേനിയം 235. യുറേനിയം 235 ആണ് അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വാഭാവിക യുറേനിയം. സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം 235 ആണ്. യുറേനിയം 235 ആണ് സമ്പുഷ്ട യുറേനിയം എന്ന് അറിയപ്പെടുന്നത്. ആറ്റം ബോംബിന്റെ പിതാവ് ആരാണ്? റോബർട്ട് ഓപ്പൺഹൈമർ ആണ് ആറ്റം ബോംബിന്റെ പിതാവ്.
അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതിയാണ് മാൻഹട്ടൻ പ്രോജക്റ്റ്. മാൻഹാട്ടൻ പ്രോജക്റ്റ് ആണ് അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി. മാൻഹാട്ടൻ പ്രോജക്റ്റിന്റെ തലവനായിരുന്നു റോബർട്ട് ഓപ്പൺഹൈമർ. മാൻഹാട്ടൻ പ്രോജക്റ്റിന്റെ തലവനായിരുന്നു ആര്? റോബർട്ട് ഓപ്പൺഹൈമർ. അപ്പൊ അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്ന അമേരിക്കയുടെ പദ്ധതിയാണ് മാൻഹാട്ടൻ പ്രോജക്റ്റ്. ലോകത്തിൽ ആദ്യമായി അണുബോംബ് പരീക്ഷിക്കപ്പെട്ട സ്ഥലം ന്യൂ മെക്സിക്കോയിലെ അലാമൊഗാർഡോ. അപ്പോൾ ന്യൂ മെക്സിക്കോയിലെ അലാമൊഗോർഡോ 1945 ജൂലൈ മാസം 16 ആദ്യമായിട്ട് അണുബോംബ് പരീക്ഷിച്ചത്. ലോകത്തിലെ ആദ്യത്തെ ന്യൂക്ലിയർ പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന രഹസ്യ നാമം ആണ് ട്രിനിറ്റി. ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹിരോഷിമ, ജപ്പാൻ. ഹിരോഷിമയിൽ ഉപയോഗിച്ച യുറേനിയം ബോംബാണ് ലിറ്റിൽ ബോയ്. ഹിരോഷിമയിൽ ആദ്യ അണുബോംബിട്ട വിമാനം എനോല ഗേ എന്ന B-29 ബോംബർ വിമാനമാണ്. എനോല ഗേ എന്ന B-29 ബോംബർ വിമാനം. എനോല ഗേ എന്ന വിമാനം പറപ്പിച്ച വൈമാനികൻ പോൾ ടിബറ്റസ് ആണ് എനോല ഗേ എന്ന വിമാനം പറപ്പിച്ച വൈമാനികൻ. ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ച വർഷം 1945 ഓഗസ്റ്റ് മാസം 6. 1945 ഓഗസ്റ്റ് മാസം 6 നാഗസാക്കിയിൽ അണുബോംബ് പ്രയോഗിച്ച വർഷം 1945 ഓഗസ്റ്റ് മാസം 9. നാഗസാക്കിയും എവിടെ തന്നെയാണ്? ജപ്പാനിൽ തന്നെയാണ്. അപ്പൊ നാഗസാക്കിയിൽ അണുബോംബ് പ്രയോഗിച്ച വർഷം 1945 ഓഗസ്റ്റ് മാസം 9. നാഗസാക്കിയിൽ ഉപയോഗിച്ചത് പ്ലൂട്ടോണിയം ബോംബാണ്, ഫാറ്റ്മാൻ എന്ന ബോംബ്. നാഗസാക്കിയിൽ ബോംബിട്ട വിമാനം B-29 സൂപ്പർ ഫോഴ്സ് എന്ന വിമാനമാണ്. നാഗസാക്കിയിൽ ബോംബ് പ്രയോഗിച്ച വൈമാനികൻ ആരാണ്? ചാൾസ് സ്വീനി. ഹിരോഷിമയിൽ ആരാണ്? പോൾ ടിബറ്റസ്. അത് എനോല ഗേ എന്ന വിമാനം പറപ്പിച്ചതാണ്. ഇവിടെ B-29 സൂപ്പർ ഫോഴ്സ് എന്ന വിമാനം പറപ്പിച്ചത് ആരാണ്? ചാൾസ് സ്വീനിയാണ്. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവർ അറിയപ്പെടുന്നത് ഹിബാകുഷ് ആണ്. ഇന്ത്യ ആദ്യമായി അണുബോംബ് പരീക്ഷണം നടത്തിയത് 1974 മെയ് മാസം 18 രാജസ്ഥാനിലെ പൊക്രാനിലാണ്. 1974 മെയ് മാസം 18 രാജസ്ഥാനിലെ പൊക്രാനിലാണ്. ഇന്ത്യ ആദ്യത്തെ അണുവിസ്ഫോടനത്തിന് ഉപയോഗിച്ച മൂലകമാണ് പ്ലൂട്ടോണിയം. പാക് അണുബോംബിന്റെ പിതാവ് അബ്ദുൾ ഖാദിർ ഖാൻ. പാക് അണുബോംബിന്റെ പിതാവ് ആരാണ്? അബ്ദുൾ ഖാദിർ ഖാൻ ആണ്. ഓക്കെ, ഇത്രയാണ് ന്യൂക്ലിയർ ഫിഷനെ പറ്റി പഠിക്കാനുള്ളത്. അടുത്തത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്, അണുസംയോജനം. ഭാരം കുറഞ്ഞ രണ്ടോ അതിലധികമോ ന്യൂക്ലിയസുകൾ തമ്മിൽ സംയോജിപ്പിച്ച് ഭാരം കൂടിയ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണമാകുന്ന പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. അപ്പൊ നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണമാകുന്ന പ്രവർത്തന തത്വം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിൽ ഊർജോൽപാദനം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. സൂര്യനിൽ ഊർജോൽപാദനം നടക്കുന്ന പ്രവർത്തനം. സൂര്യൻ അടക്കമുള്ള നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹാൻസ് ബേത്ത് ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടെത്തിയ വർഷം 1938. ഫ്യൂഷൻ ബോംബ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ബോംബാണ്. ഫ്യൂഷൻ ബോംബ് എന്ന് അറിയപ്പെടുന്നത് കാരണം എന്താണ്? ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് ആരാണ്? എഡ്വേർഡ് ടെല്ലർ ആണ് ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ്. മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ സ്ഫോടന സംവിധാനമാണ് ഹൈഡ്രജൻ ബോംബ്. അപ്പൊ മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ സ്ഫോടന സംവിധാനം ഹൈഡ്രജൻ ബോംബാണ്. ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ ഏതെല്ലാമാണ്? ഡ്യൂറ്റീരിയവും ട്രിഷ്യോം ആണ്. ഇവ രണ്ടും സംയോജിച്ചാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം നടന്ന വർഷം 1952. ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം നടന്ന വർഷം 1952. ഫ്യൂഷൻ നടക്കാൻ ആവശ്യമായ അത്യുന്നതമായ ഊഷ്മാവ് ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുന്ന ഉത്തേജകമാണ് അണുസ്ഫോടനമാണ്. ഇനി ആണവ റിയാക്ടറുകളെ പറ്റിയാണ് പറയുന്നത്. ആണവ റിയാക്ടറുകളിൽ നടക്കുന്നത് അണുവിഘടനമാണ്. ന്യൂക്ലിയർ
ഫിഷനാണ് ആണവ റിയാക്ടറുകളിൽ നടക്കുന്നത് എന്ന് ഓർക്കുക. ആദ്യമായി ന്യൂക്ലിയർ റിയാക്ഷൻ പരീക്ഷണം വിജയകരമായി നടത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ് ആദ്യമായിട്ട് ന്യൂക്ലിയർ റിയാക്ഷൻ പരീക്ഷണം വിജയകരമായി നടത്തിയത്. ആദ്യകാലങ്ങളിലെ റിയാക്ടർ അറിയപ്പെട്ടിരുന്നത് അറ്റോമിക് പൈൽ എന്ന പേരിലാണ്. ചെയിൻ റിയാക്ഷൻ നിയന്ത്രിച്ച് ആണവോർജം പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ. അപ്പോൾ ചെയിൻ റിയാക്ഷൻ നിയന്ത്രിച്ച് ആണവോർജം പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ. ചെയിൻ റിയാക്ഷനെ കുറിച്ച് ആദ്യമായി പ്രസ്താവിച്ചത് എൻറിക്കോ ഫെർമി. ആദ്യമായി നിയന്ത്രിത ന്യൂക്ലിയർ ഫിഷൻ നടത്തിയതും ആര് തന്നെയാണ്? എൻറിക്കോ ഫെർമി. അപ്പോൾ ചെയിൻ റിയാക്ഷനെ കുറിച്ച് ആദ്യമായി പ്രസ്താവിച്ചത് എൻറിക്കോ ഫെർമിയാണ്. ആദ്യമായി നിയന്ത്രിത, അതായത് കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ നടത്തിയതും എൻറിക്കോ ഫെർമിയാണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ സാധാരണ ഇന്ധനമായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഏതെല്ലാമാണ്? യുറേനിയം, പ്ലൂട്ടോണിയം. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനം നിറച്ചിരിക്കുന്ന ഭാഗമാണ് റിയാക്ടർ കോർ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ന്യൂട്രോൺ സ്രോതസ്സായി പ്രവർത്തിക്കുന്നത് ബെറിലിയം പൗഡറിന്റെയും പൊളോണിയത്തിന്റെയും മിശ്രിതമാണ്. അപ്പൊ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ന്യൂട്രോൺ സ്രോതസ്സായി പ്രവർത്തിക്കുന്നത് എന്തെല്ലാമാണ്? ബെറിലിയം പൗഡറിന്റെയും അതുപോലെ പൊളോണിയത്തിന്റെയും മിശ്രിതം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിയന്ത്രണ ദണ്ഡുകളായി ഉപയോഗിക്കുന്നത് എന്താണ്? ബോറോണും കാഡ്മിയവും. ആണവ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഗ്രാഫൈറ്റ്, ഖനജലം എന്നിവയാണ് മോഡറേറ്ററുകളായി ഉപയോഗിക്കുന്നത്. ഖനജലം എന്ന് പറയുമ്പോൾ ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണെന്ന് ഓർക്കുക. ഖനഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് ഡ്യൂട്ടീരിയം ആണ്. ഖനജലം എന്നറിയപ്പെടുന്നത് ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്. ഖനഹൈഡ്രജൻ എന്താണ്? ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹരോൾഡ് യുറേയാണ് ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ചത്. ആണവ റിയാക്ടറുകളിൽ ശീതീകാരിയായി ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് ശീതീകാരികളായിട്ട് ഉപയോഗിക്കുന്നത്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിന്നുള്ള റേഡിയേഷൻ തടയാനായി കവചം നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം കറുത്തീയം അഥവാ ലെഡ് ആണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്നുള്ള റേഡിയേഷൻ തടയാനായി കവചം നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം. ബ്രൗൺ എനർജി എന്നത് ഏത് വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്സാണ്? ആണവ നിലയമാണ് ബ്രൗൺ എനർജി എന്നത് ഏത് വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്സാണ്? ആണവ നിലയം. ഓക്കെ. ലോകത്തിലെ ആദ്യത്തെ നെഗറ്റീവ് എമിഷൻ പവർ പ്ലാന്റിന് തുടക്കമിട്ട രാജ്യം ഐസ്ലാൻഡ് ആണ്. ലോകത്തിലെ ആദ്യത്തെ നെഗറ്റീവ് എമിഷൻ പവർ പ്ലാന്റിന് തുടക്കമിട്ട രാജ്യം ഏതാണ്? ഐസ്ലാൻഡ് ആണ്. ലോകത്തിലെ ഏറ്റവും വലുതും ശക്തിയേറിയതുമായ ന്യൂക്ലിയർ ഐസ് ബ്രേക്കർ ഷിപ്പ് വികസിപ്പിച്ച രാജ്യമാണ് റഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലുതും ശക്തിയേറിയതുമായ ന്യൂക്ലിയർ ഐസ് ബ്രേക്കർ ഷിപ്പ് വികസിപ്പിച്ച രാജ്യം. അപ്പോൾ ഇത്രയും ആയപ്പോഴത്തേക്കും ന്യൂക്ലിയർ ഫിസിക്സ് എന്നൊരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്